الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله أيضا: بسم الله الرحمن الرحيم. ووصينا الإنسان بوالديه حملته أمه وهنا على وهن وفصاله في عامين أن اشكر لي ولوالديك وإلي المصير. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരുടെയും ജീവിതത്തെ എപ്രകാരം അല്ലാഹുവിനെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ, യഥാർത്ഥ മുസൽമാന്മാരായി നമ്മുടെ മരണത്തെ കണ്ടുമുട്ടുവാൻ, അങ്ങനെ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാനും നാം എപ്പോഴും പരിശ്രമിക്കണം എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഇസ്ലാമിലെ കുടുംബവുമായി ബന്ധപ്പെട്ടും സമൂഹത്തിൽ പ്രായം ചെന്നവർ എന്ന് നമ്മൾ പറയുന്ന വയോജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിർദ്ദേശങ്ങളാണ്, ഇസ്ലാമികമായ അധ്യാപനങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ സൂചിപ്പിച്ചത്. സ്വാഭാവികമായും ഒരു സമൂഹത്തിലെ മുതിർന്നവർ എന്ന് പറയുന്നവർ ഒന്നുകിൽ അവർ നമ്മുടെ മാതാപിതാക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളായിരിക്കും, അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരോ അയൽപക്കക്കാരോ ആയിട്ടുള്ളവരായിരിക്കും. നാലാമതൊരു വിഭാഗമായി നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് സംരക്ഷിക്കുവാൻ വേറെ ആരുമില്ലാതെ പോകുന്ന, ആരോരുമില്ലാത്തവരായിട്ടുള്ള ആളുകളായിരിക്കും. ഈ 4 രൂപത്തിലാണ് പ്രായം ചെന്നവർ എന്ന് നമ്മൾ പറയുന്ന ആളുകളെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതിൽ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച്, ഒരു കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും ഇസ്ലാം നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും മൗലികമായി അവരോടുള്ള ബാധ്യതകളും കടമകളും കടപ്പാടുകളും പറയാതെ പോകുന്നത് ശരിയായിരിക്കില്ല.
വിശുദ്ധ ഖുർആനിലെയും തിരുസുന്നത്തിലെയും നിരവധി വചനങ്ങളിലൂടെ നമ്മുടെ മാതാപിതാക്കളാകുന്ന നമ്മുടെ രക്ഷിതാക്കളോടുള്ള ബാധ്യതകൾ, കടമകൾ വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് സൂറ ഇസ്രാ, 17-ാമത്തെ അധ്യായമാകുന്ന സൂറ ഇസ്രായിലെ 23-ാമത്തെയും 24-ാമത്തെയും വചനങ്ങളിലൂടെ ഖുർആൻ നമ്മളോട് പറഞ്ഞിട്ടുള്ള സംഗതി നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന. നിന്റെ റബ്ബിന്റെ ജഡ്ജ്മെന്റ്, ഖളാ, അവന്റെ വിധി പ്രസ്താവമാണ്. അങ്ങനെയാണ് ഖുർആൻ അവിടെ ആ പദം പ്രയോഗിച്ചത്. ഒരു ജഡ്ജ്മെന്റ് എന്ന് പറയുന്നതിന് ഒരു സമൂഹത്തിൽ എത്ര കണ്ട് പ്രാധാന്യവും എത്ര കണ്ട് അതിന് സ്ഥാനവുമുണ്ടോ, അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ എത്രയോ ഉപരിയായി ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, നമ്മുടെ സൃഷ്ടാവ്, അവന്റെ വിധിപ്രസ്താവത്തിന്റെ പുസ്തകമാകുന്ന വിശുദ്ധ ഖുർആനിലൂടെ ഞാനിതാ നിങ്ങളോട് വിധിപ്രസ്താവം നടത്തുന്നു, ഞാൻ നിങ്ങളോട് ഇതാ വിധിക്കുന്നു, എൻ്റെ ജഡ്ജ്മെന്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവനെയല്ലാതെ വേറെ ആരെയും ആരാധിക്കരുത്. ഒന്നാമത്തെ ഘടകം അത് തന്നെയാണ്. അതുകൊണ്ട് അത് തന്നെയാണ് അല്ലാഹു തആല ഒന്നാമതായി പറയുന്നത്. ഇബാദത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിന് മാത്രമായിരിക്കണം. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്നിട്ട് രണ്ടാമത് ഖുർആൻ അവന്റെ വിധി പ്രസ്താവത്തിൽ ചേർത്ത് വെച്ചത് വബിൽ വാലിദൈനി ഇഹ്സാന. രണ്ടാമത് നിങ്ങൾക്ക് ജന്മം നൽകിയവർ, അതാണ് ഖുർആന്റെ പ്രയോഗം. വബിൽ വാലിദൈൻ, നിങ്ങളുടെ വിലാദത്തിന് കാരണമായവർ, നിങ്ങൾക്ക് ജന്മം നൽകിയവർ, അവരോട് നിങ്ങൾ ഏറ്റവും നന്മയോടുകൂടി വർത്തിക്കണം. ഇഹ്സാൻ വളരെ അർത്ഥവ്യാപ്തിയുള്ള, വളരെ ആഴത്തിൽ പഠിപ്പിക്കപ്പെട്ട ഇസ്ലാമിലെ സാങ്കേതികമായ ഒരു സംജ്ഞയാണ്, ഒരു പദമാണ് ഇഹ്സാൻ. ഈമാൻ പഠിപ്പിച്ചതുപോലെ, ഇസ്ലാം പഠിപ്പിച്ചതുപോലെ ഇഹ്സാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഈ സമൂഹത്തെ പഠിപ്പിച്ച ഒരു പദമാണ് ഇഹ്സാൻ. ഞാനത് ഇതിനു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ അവിടേക്ക് കടന്നു പോകുന്നില്ല. ആ പദത്തെയാണ് അല്ലാഹു തആല എടുത്തു വെക്കുന്നത്. മാതാപിതാക്കളോട് നിങ്ങൾ എപ്പോഴും ഇഹ്സാനിലാണ്, ഏറ്റവും നല്ല രൂപത്തിലാണ്, ഏറ്റവും നന്മയോടുകൂടിയാണ്. അതിനേക്കാൾ നല്ല ഒരു നന്മ അത് റബ്ബിന്റെ വിഷയത്തിൽ മാത്രമേയുള്ളൂ. സൃഷ്ടികളും തമ്മിൽ നടക്കുന്ന നന്മകളുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ലത്, ഏറ്റവും നന്മയാർന്ന പ്രവർത്തനം നിന്റെ മാതാപിതാക്കളോടാണ് ഉണ്ടാകേണ്ടത്. അതാണ് ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എന്നിട്ട് ഖുർആൻ എടുത്തു പറഞ്ഞു, പ്രത്യേകിച്ച് അവരുടെ വാർദ്ധക്യകാലം. മാതാവും പിതാവുമാകുന്നത് കുട്ടി ജന്മം കൊള്ളുന്ന കാലം മുതലാണ്. അപ്പോൾ അവർ യുവാക്കളായിരിക്കാം, അപ്പോൾ അവർ മധ്യവയസ്കരായിരിക്കാം. പക്ഷേ അല്ലാഹു തആലയ്ക്ക് അവന്റെ വിധി പ്രസ്താവത്തിൽ എടുത്തു പറയാനുള്ളത് നിന്റെ അരികിൽ അവർ വാർദ്ധക്യം പ്രാപിച്ച ഒരവസ്ഥയിലെത്തിയാൽ, അങ്ങനത്തെ ഒരു അവസ്ഥാവിശേഷത്തിലൂടെ അവർ കടന്നു പോകുമ്പോൾ, അവരിൽ രണ്ടുപേരിൽ ഒരാളോ ഔ കിലാഹുമാ, അല്ലെങ്കിൽ അവർ രണ്ടുപേരും തന്നെയോ, അങ്ങനത്തെ ഒരു പ്രത്യേകമായ അവസ്ഥയെ ഇസ്ലാം ഐഡന്റിറ്റി ചെയ്യുന്നു, അല്ലെങ്കിൽ ഇസ്ലാം അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു, നമ്മുടെ മുന്നിലേക്ക് എടുത്തു കാണിക്കുന്നു. മാതാപിതാക്കളോട് മക്കളാകുന്നവർക്ക് എപ്പോഴും നന്മ ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. എപ്പോഴും അവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുവാനും നല്ല രൂപത്തിൽ വർത്തിക്കുവാനുമുള്ള ബാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇസ്ലാം ഉയർത്തി കാണിക്കുന്നു അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ. നമുക്കറിയാം, ഞാൻ ഈ ആയത്തിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, നമുക്കറിയാവുന്നൊരു ഭാഗമാണ്. ആ വാർദ്ധക്യം എന്ന് പറയുന്നതിന് ഏറ്റവും നന്നായി അവരോട് വർത്തിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ നമ്മുടെ മുമ്പിൽ പറഞ്ഞിട്ടാണ് ഫലാ തഖുൽ ലഹുമാ ഉഫിൻ എന്ന് പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതാണ് ആ ഒരു ഭാഗം മാത്രം. സംസാരമാണ് ഏറ്റവും നന്നാകേണ്ടത്.
അവരോടുള്ള വർത്തമാനമാണ് ഏറ്റവും നന്മയാർന്ന് തീരേണ്ടത്. അവരുടെ വാർദ്ധക്യകാലത്ത് അവരുടെ ഓർമ്മക്കുറവുകളുടെയും അവരുടെ അവശതകളുടെയും അവരുടേതായ രോഗങ്ങളുടെയും അവരവരുടേതായ പ്രശ്നങ്ങളുടെയും ഒക്കെ നടുവിൽ നിന്റെ മാതാപിതാക്കൾ നിന്നോടൊപ്പം ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേകിച്ചും അവരോടുള്ള വർത്തമാനത്തിൽ ഏറ്റവും നല്ല വാക്കുകൾ മാത്രമായിരിക്കണം, നന്മയാർന്നത് മാത്രമായിരിക്കണം. ഒരു അപസ്വരത്തിന്റെ, ഒരു അപമര്യാദയുടെ, ഒരു ശരിയല്ലാത്തതിൻ്റെ ഒരു പ്രയോഗം പോലും നിന്നിൽ നിന്ന് വരാൻ പാടില്ല എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. ഇസ്ലാം അത് കൃത്യമായി ആ ഉഫിൻ എന്ന വാക്ക് കൊണ്ട് തന്നെ അത് പറയുകയും ചെയ്തു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു വഖുൽ ലഹുമാ ഖൗലൻ കരീമ എന്ന് പറഞ്ഞാൽ ഏറ്റവും മാന്യമായ വാക്ക്. ഖുർആൻ അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഖൗലൻ കരീമ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, ഒരു ഉഫിൻ എന്ന വാക്ക് പോലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാകേണ്ടത്? ഒരു അനിഷ്ടകരമായ, അവരുടെ മനസ്സിനെ ഒന്ന് കോറിപ്പോകുന്ന, ഒന്ന് നീറിപ്പോകുന്ന, അവരുടെ മനസ്സിനെ ഒന്ന് പ്രയാസപ്പെടുത്തി പോകുന്ന ഒരു വാക്കുണ്ടാകരുത് എന്ന് പറഞ്ഞാൽ ഖൗലൻ കരീമ, ഏറ്റവും മാന്യമായ വാക്കായിരിക്കണം നിങ്ങൾ അവരോട് രണ്ടുപേരോടും നീ പറയേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് വഖുൽ റബ്ബി റഹ്മഹുമാ കമാ വഖ്ഫിർ അലാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ, കാരുണ്യ വിനയം എന്നാണ്, മിനദ്ദുല്ലി റഹ്മ എന്നാണ് ഖുർആൻ ഉപയോഗിച്ച പദം. കരുണയും വിനയവും പരസ്പരം ചാലിച്ചു ചേർത്ത ചിറകിനടിയിൽ നീ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. നിന്റെ കരുണയും നിന്റെ വിനയവും രണ്ടും വരണം. അതാണ് ഖുർആൻ ആ രണ്ട് പദവും പ്രയോഗിച്ചു. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിൽ നിന്ന് വിനയത്തിലേക്കുള്ള നിന്റെ സഞ്ചാരമാകുന്ന ആ ചിറകിനടിയിലാണ് ആ മാതാപിതാക്കളെ നീ സംരക്ഷിക്കേണ്ടത്. വഖുൽ റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നീ നിശ്ചയമായി നിർവഹിച്ചു കൊണ്ടിരിക്കേണ്ടത്. ഇത് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞത് എന്താണെന്നറിയാമോ? സൂറത്ത് ഇസ്രായിൽ 25-ാമത്തെ ആയത്തിൽ പറഞ്ഞത് റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ നിങ്ങളുടെ റബ്ബാണ്. എവിടെ ഇത് പറഞ്ഞത്? മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം പറഞ്ഞിട്ടാണ് ഖുർആൻ പറഞ്ഞത് റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും. ആളുകളുടെ മുന്നിൽ നമുക്കൊരു പക്ഷേ വൈറ്റ് കോളർമാരാകാൻ പ്രയാസമില്ല. മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് വേണ്ടി പലതും ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ചെയ്യുന്നവരാണ് എന്ന് നാട്യം വരുത്താൻ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. കുറച്ച് സാമ്പത്തികമായ ചെലവുകൾ മാത്രം, ചില ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കിയാൽ, പുറമേക്ക് കാണാവുന്ന കാഴ്ചകളും ഫിറ്റിങ്സുകളും നമ്മൾ ഫിറ്റ് ചെയ്തു കൊടുത്താൽ വഴിയെ പോകുന്നവർക്കും അയൽപക്കത്ത് നോക്കി നിൽക്കുന്നവർക്കും വന്നു കയറുന്ന കുടുംബക്കാർക്കുമൊക്കെ നമ്മെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം മാതാപിതാക്കളുടെ വിഷയത്തിൽ ഉണ്ടായേക്കാം. പക്ഷെ വീടിൻ്റെ ഉള്ളിൽ അവർ നീറുന്നുണ്ടെങ്കിൽ, വീടിൻ്റെ ഉള്ളിൽ അവർ ഏതെങ്കിലും നിലയിൽ ഒരല്പം പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവരോട് സംസാരിക്കുന്ന സംസാരം ഒരല്പം കയർത്ത് പോകുന്നുണ്ടെങ്കിൽ, നിന്റെ ശബ്ദം ഉയർന്നു പോകുന്നുണ്ടെങ്കിൽ, അവരെ നീ അപമര്യാദയുടെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് എപ്പോഴെങ്കിലും അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് പറയാനുണ്ട് കേട്ടോ, റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ മനസ്സിൽ എന്താണ് എന്ന്. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ വർത്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെ അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നുവെന്ന്, എങ്ങനെ നിങ്ങൾ ആ മനസ്സിന്റെ കോണുകളിൽ ആ മാതാപിതാക്കളോട് നിങ്ങൾക്കുള്ള സമീപനങ്ങൾ എങ്ങനെയാണ് എന്ന് ഏറ്റവും നന്നായി അറിയുന്ന ഒരു റബ്ബ് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഖുർആൻ ആ വിഷയത്തെ അവസാനിപ്പിച്ചത്. ഫതകൂനു സ്വാലിഹീന ഇന്നഹു കാന ലവ്വാബീന ഗഫൂറ, സൽക്കർമ്മകാരികളാകുക. അള്ളാഹ് പറയണേ, സൽക്കർമ്മം ചെയ്യുന്നവരാകുക. എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരാകുക. അങ്ങനെയാണ് ആയത്ത് അവസാനിപ്പിച്ചത്.
നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾ വിചാരിക്കുന്നുണ്ടാകും എങ്ങനെയാണ് പ്രവാചകൻ ശപിക്കുകയാണ്. റഹിമ അൻഫുൻ സുമ്മ റഹിമ അൻഫുൻ സുമ്മ റഹിമ അൻഫുൻ. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, മുഖം കുത്തി വീഴട്ടെ, മൂക്ക് കുത്തി വീഴട്ടെ ഒരുവൻ, അവനെല്ലാ നാശങ്ങളിലേക്കും. റസൂലുള്ളാഹിയുടെ ശാപവാക്ക് പോലെ റസൂലുള്ള ഗൗരവത്തോടു കൂടിയ ഒരു വിഷയം പറയാൻ വേണ്ടി മാത്രമാണ് അവിടുന്ന് അങ്ങനത്തെ പ്രയോഗങ്ങൾ നടത്താറുള്ളൂ. ഒരുവൻ മൂക്ക് കുത്തി ഒരിക്കലും ഗുണം പിടിക്കാതിരിക്കട്ടെ നമ്മൾ പറയണ്ടേ, അതുപോലെ മൂക്ക് കുത്തി അവൻ നിലത്ത് വീണ് പോകട്ടെ എന്ന് റസൂലുള്ള 3 പ്രാവശ്യം പറഞ്ഞു. കീല കേട്ടു നിന്ന സ്വഹാബ ചോദിച്ചു, മൻ, ആരെ കുറിച്ചാണ് റസൂൽ അങ്ങ് പറയുന്നത്? ആരെ കുറിച്ചായി പറയുന്നത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അദ്റക അബവൈഹി ഇൻദൽ കിബർ. ഒരുവന്റെ അരികിൽ തന്റെ മാതാപിതാക്കൾ പ്രായം ചെന്നിട്ട് അവന് ലഭിച്ചു. പ്രായം ചെല്ലും വരെ അവർക്ക് ആയുസ് കിട്ടിയെന്നർത്ഥം. അള്ളാഹു അവന്റെ കരങ്ങളിലേക്ക് അവന്റെ മാതാപിതാക്കളെ പ്രായത്തോടു കൂടി ഏൽപ്പിച്ചു കൊടുത്തു. അദ്റക, അങ്ങനെ പ്രായപ്രാപിച്ചവരായി അവന്റെ മാതാപിതാക്കൾ അല്ലാഹു തആല അവന് ആയുസ് നീട്ടി അവന്റെ മാതാപിതാക്കളെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അഹദുഹുമ, അവരിൽ ഒരാൾ, അല്ലെങ്കിൽ ഔകിലാഹുമ, 2 പേരും. ആരെങ്കിലും ഒരാൾ നേരത്തെ പോയി വേറൊരാൾ അല്ലാഹു തആല ബാക്കിയാക്കി, അങ്ങനെയുള്ള കുടുംബങ്ങൾ അല്ല, 2 പേരും ആ പ്രായാധിക്യം ചെന്നതിന്റെ അവസ്ഥകളുമായി കൊണ്ട് ആ മക്കളുടെ കരങ്ങളിലേക്ക് അല്ലാഹു തആല ഏൽപ്പിച്ചു കൊടുത്തു. ഫലം യദ്ഖുലിൽ ജന്ന, എന്നിട്ടും അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചില്ല. അങ്ങനെ സ്വർഗം കിട്ടാതെ പോകുന്ന എന്റെ ഉമ്മത്തിലെ ഹതഭാഗ്യം, എന്റെ ഉമ്മത്തിലെ നഷ്ടകാരികൾ എങ്ങനെ രക്ഷപ്പെടാനാണ്? അവര് ശരിക്കും മൂക്ക് കുത്തി നിലത്ത് വീണ് പോകുന്ന പോലെ അവർ വലിയ നഷ്ടത്തിലാണ് എന്ന് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ആലോചിച്ച് നോക്കുക. സ്വർഗമാണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്, ആ സ്വർഗമാണ് നമ്മുടെ മാതാപിതാക്കൾ. ആ മാതാപിതാക്കളോടുള്ള നമ്മുടെ ഓരോ ചലനവും, ഓരോ സംസാരവും, ഓരോ വാക്കും, ഓരോ പ്രവൃത്തിയും കൃത്യമായി റസൂൽ പറഞ്ഞേ 3 കാര്യങ്ങൾ കൊണ്ടല്ലാതെ നേടൂല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കാറ്. 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നേടുള്ളൂ. നമസ്കാരം, സക്കാത്ത് ഉണ്ടെങ്കിൽ അല്ലാഹു തആല സ്വീകരിക്കും. കാരണം അത്രയേറെ ഖുർആൻ ഒരുമിച്ച് പറഞ്ഞ സംഗതിയാണ്, ഞാൻ വിശദീകരിക്കില്ല അല്ലെ. അഖാമസ്സലാ വആതസ്സക്കാ, ഖുർആന്റെ പ്രയോഗം അങ്ങനെയാണ്. അപ്പൊ ഒരാൾ നിസ്കരിച്ചിട്ട് സ്വർഗം മേടിച്ചു കളയാൻ ധരിക്കരുത്. സാമ്പത്തികമായ ബാധ്യത കൂടെ നിർവഹിച്ചാലേ അയാൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. രണ്ടാമത് ഇതാഅത്തുല്ലാഹി വ ഇതാഉർ റസൂൽ, അള്ളാഹനെ അനുസരിച്ച് കളയാം. അതുകൊണ്ട് നമുക്ക് ഖുർആൻ അങ്ങോട്ട് മുറുകെ പിടിക്കാം, സുന്നത്ത് വേണ്ട, റസൂല് വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഒരിക്കലും അള്ളാഹനെ അനുസരിക്കാൻ കഴിയില്ല. അള്ളാഹനെ അനുസരിക്കണോ, റസൂലിനെ അനുസരിച്ചേ പറ്റൂ. കാരണം മാതൃക റസൂലാണ്. അപ്പൊ ഒന്നിനെ കട്ട് ചെയ്തിട്ട് മറ്റൊന്നിനെ നമുക്ക് ഒരിക്കലും നേടിക്കളയാമെന്ന് വിചാരിക്കരുത്. നമസ്കാരത്തെ മുറുകെ പിടിച്ച് സക്കാത്തിനെ കൈവിട്ട് കളഞ്ഞാൽ നേടൂല. അള്ളാഹനെ അനുസരിക്കാൻ റസൂലിനെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ നടക്കൂല. മൂന്നാമത് പറഞ്ഞത്, അള്ളാന്റെ തൃപ്തി വേണോ, മാതാപിതാക്കളുടെ തൃപ്തി വേണം. അള്ളാന്റെ തൃപ്തി വേണോ, അത് മാതാപിതാക്കളുടെ തൃപ്തി കിട്ടിയേ പറ്റൂ. കിട്ടാതെ ഒരിക്കലും ഒരാള് അള്ളാന്റെ തൃപ്തി മേടിച്ച് കളയാൻ വിചാരിക്കരുത്. മാതാപിതാക്കളുടെ കോപമാണോ, അത് അള്ളാഹുവിന്റെ കോപമാണ്. ഇത് ഇസ്ലാം ചേർത്ത് വെച്ച് പഠിപ്പിക്കുന്ന സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട, എന്തോരം നമ്മൾ കൊടുത്താലും എന്തോരം നമ്മൾ നൽകിയാലും ഇല്ല, അവരോടുള്ള വർത്തനത്തിലാണ്, അവരോടുള്ള ഇടപെടലുകളിലാണ്, അവരോടുള്ള സംസാരങ്ങളിലാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധ പാലിക്കാൻ വേണ്ടി എന്നോടും നിങ്ങളോടും പറയുന്നത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അന്നഹു റഅ റജുലൻ ഫി തവാഫ്, ഒരാള് കഅബ തവാഫ് ചെയ്യണേ, യഹ്മിലു ഉമ്മഹു, അയാളുടെ തോളിൽ അയാളുടെ ഉമ്മാനെ എടുത്തിട്ടാണ് അയാൾ കഅബ തവാഫ് ചെയ്തത്. ഉമ്മാനെ, പ്രായം ചെന്ന ഉമ്മയെ തോളിലെടുത്ത് കഅബ തവാഫ് ചെയ്യുന്ന ഒരാളെ മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. വഹുവ യഖൂൽ,
അപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നീ ലഹാമത്തിയ. അപ്പൊ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ആ ഉമ്മാനെയും ചുമന്നുകൊണ്ട് പോകുന്ന ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഇന്നീ ലഹാമത്തിയ, എൻ്റെ ഉമ്മാടെ വാഹനം ഞാനാണ്, എൻ്റെ ഉമ്മാടെ വാഹനം ഞാനാണ്. അതുകൊണ്ട് ഈ ജനത്തിരക്കുള്ള ധാരാളം ആളുകൾ വന്ന് തവാഫ് ചെയ്യുന്ന ഈ ജനത്തിരക്കുള്ള ഈ മത്വാഫിൽ, തവാഫ് ചെയ്യപ്പെടുന്ന ഇടത്ത് എൻ്റെ ഉമ്മാക്കൊരു പരിഭ്രമം ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാനാകുന്ന വാഹനമാകുന്ന എൻ്റെ തോളിലിരുത്തി ഞാൻ എൻ്റെ ഉമ്മയെ തവാഫ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ എന്തോരമാണ് എടുത്തിരിക്കുന്നത്, എൻ്റെ ഉമ്മ എനിക്ക് മലയൂട്ടിയത്. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഓർക്കണേ. എന്നെ ഉമ്മ പൊക്കിക്കൊണ്ട് നടന്നിട്ടുണ്ട്, എൻ്റെ ഉമ്മ എനിക്ക് മലയൂട്ടിയത്. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പരിഭ്രമം ഈ പ്രായാധിക്യം ചെന്ന സമയത്ത് ഈ തിരക്കേറിയ ഈ മത്വാഫില് എൻ്റെ ഉമ്മ അനുഭവിക്കരുത്. അതുകൊണ്ട് ഉമ്മാടെ വാഹനം ഞാനാണ് എന്ന് പറഞ്ഞ് ഉമ്മാനെ തോളത്തേക്ക് തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇബ്നു ഉമർ റളിയല്ലാഹു കണ്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അക്സറല്ലാഹു റബ്ബി ദുൽ ജലാലി വൽ കബാഇർ, തീർച്ചയായും വൽ അകാബിർ, തീർച്ചയായും മഹോന്നതനായ അല്ലാഹു തആല എൻ്റെ ഉമ്മാക്ക് ഇനിയും ഇനിയും ധാരാളം ഖൈർ നൽകട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, തളന്നുനി ജാരിയതുഹായ ഇബ്നു ഉമർ, അല്ലേ അങ്ങ് സഹാബിയാണല്ലോ, എനിക്കൊരു സംശയമുണ്ട്, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തീർച്ചയായും അത് എൻ്റെ ഉമ്മ എന്നോട് ചെയ്തതിന് പകരമാകുമോ? എൻ്റെ ഉമ്മാനെ ഞാൻ തോളത്തെടുത്ത് ഈ തിരക്കേറിയ മത്വാഫില് ആ ഉമ്മാക്ക് വേണ്ടി കാബ തവാഫ് ചെയ്ത് ആ ഉമ്മയുടെ വാഹനമായി ഞാനിങ്ങനെ പോകുന്ന, ആ പ്രയാസം സഹിച്ച് ഞാനിങ്ങനെ പോകുന്നത്, എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തീർച്ചയായും എൻ്റെ ഉമ്മ എന്നോട് ചെയ്തതിന് പകരമാകുമോ എന്ന് ഞാൻ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചപ്പോൾ കാല, അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിയില്ല. വലാ സഫറത്തൻ വാഹിദ, നിന്റെ ഉമ്മാടെ ഒരു നെടുവീർപ്പിന് പോലും പകരമാകൂല. നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ അനുഭവിച്ച, നിന്റെ ഉമ്മ നെടുവീർപ്പിട്ട ആ ഒരു നെടുവീർപ്പുണ്ടല്ലോ, ആ ഒരു നെടുവീർപ്പിന് പോലും പകരമാകൂല മോനെ. നിന്റെ ഉമ്മാനെ നീ തോളത്തേറ്റി ഈ മത്വാഫില് ആ ഉമ്മാനെ നീ കഅബ തവാഫ് ചെയ്യിച്ചാലും എന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് തിരിച്ചു മറുപടി പറഞ്ഞു കൊടുത്തു എന്ന് നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. തീർത്താൽ തീരൂല പ്രിയപ്പെട്ടവരെ നമ്മുടെ കടപ്പാട്. ആ മാതാപിതാക്കളാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ഭൂരിപക്ഷം മുസ്ലിം പ്രദേശങ്ങളുള്ള പല ജില്ലകളിൽ ഉൾപ്പെടെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്, അതുപോലെ തന്നെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഇടങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത്. ഒരു കുടുംബത്തിൽ എപ്പോഴും ആദരിക്കപ്പെടേണ്ടവർ, എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവർ, എപ്പോഴും നമ്മൾ ഏറ്റവും വിനയത്തിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി സംസാരിക്കേണ്ടത്. മഹാനായ സനാഉല്ലാഹ് മക്തി തങ്ങള് അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ഉമ്മാടെയും ഉപ്പാടെയും കൈകൾ പിടിച്ചിട്ട് മക്കളെ കൊണ്ട് ചുംബിപ്പിക്കണം. ആ സ്നേഹബന്ധം അങ്ങനെ ഊട്ടി ഉറപ്പിക്കണം. ഉമ്മാടെയും ഉപ്പാടെയും കൈകളെടുത്ത് മക്കള് ആ കൈകൾ ചേർത്ത് വെച്ചിട്ട് ആ കൈകളിൽ ചുംബിച്ച് അങ്ങനെ ആ ഒരു ബന്ധത്തോടു കൂടി ഉമ്മാനെയും വാപ്പാനെയും ചേർത്ത് പിടിക്കാൻ മക്കളെ പരിശീലിപ്പിക്കണം എന്ന് കേരളക്കര കണ്ട ഏറ്റവും വലിയ പ്രബോധകനായിരുന്ന സനാഉല്ലാഹ് മക്തി തങ്ങൾ അദ്ദേഹത്തിന്റെ കൃതിയിൽ രേഖപ്പെടുത്തുന്നത് നമുക്ക് വായിക്കാൻ കഴിയും. ആ ഒരു ആത്മബന്ധത്തിലേക്ക് കടന്നു വരണം എന്നതാണ് ഖുർആൻ എല്ലാ ഇടങ്ങളിലും നമ്മളോട് പറയുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറ അൽ-ലുഖ്മാൻ, ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ നൽകിയ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങളിൽ അദ്ദേഹം കൊടുത്ത ഉപദേശം, മനുഷ്യനെ അവന്റെ നാഥൻ, അവന്റെ സൃഷ്ടാവായ തമ്പുരാൻ മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ ഒരു വസിയത്ത്, നേരത്തെ പറഞ്ഞത് ഖലാ എന്നാണ്, ഒരു ജഡ്ജ്മെന്റ്. ഇവിടെ പറയുന്നത് ഒരു വസിയത്ത്, ഏറ്റവും വലിയ ഗൗരവം നിറഞ്ഞ ഒരു ഉപദേശം ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളുടെ വിഷയത്തിലാണ്. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, അവിടെ ഖുർആൻ ഉപയോഗിച്ച പദം അതാണ്.
ദുർബലതയിൽ നിന്ന് ദുർബലതയിലേക്ക് പോകുന്ന ഒരു സമയത്താണ് നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. അങ്ങനെയാണ് ഖുർആൻ ഉപയോഗിച്ച പദം. ഒരു സ്ത്രീ എന്ന് പറയുന്ന ദുർബലാവസ്ഥകൾ ഉണ്ട്. ആ അവസ്ഥകളിൽ നിന്ന് അതിനേക്കാൾ ദുർബലമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ആ ഗർഭകാലഘട്ടം, അങ്ങനെയാണ് അവൾ നിന്നെ ഗർഭം ചുമന്നത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, വഫിസാലുഹു ഫി അമൈൻ, 2 വർഷക്കാലം പൂർണ്ണമായി നിനക്ക് മുലകുടി അല്ലെങ്കിൽ മുലയൂട്ടുകയും ചെയ്തത് വളരെ ദുർബലമായ ഒരു അവസ്ഥയിലായിരുന്നു എന്ന് ഖുർആൻ പറയുന്നു. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, അനിഷ്കുറുലി, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ നന്ദിയുള്ളവരാവുക. അള്ളാഹുവിന്റെ ഉപദേശമാണ്, എനിക്ക് നിങ്ങൾ നന്ദിയുള്ളവരാവുക. വലിവാലിദൈക, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങൾ നന്ദിയുള്ളവരാവുക. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഇതിനെ വേർതിരിക്കാൻ പറ്റില്ല. ഇത് വേർതിരിച്ചിട്ട് സ്വർഗം നേടി കളയാന്ന് വിചാരിക്കരുത്. വേർതിരിക്കാൻ പറ്റില്ല. നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിന് നന്ദിയുള്ളവരാകണോ, ആ നന്ദി നമുക്ക് നിലനിർത്തണോ. വബി വലിദൈ, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദിയുള്ളവനാവുക. വഇലയ്യൽ മസീർ, നമ്മിലേക്കാണ് നിന്റെ തിരിച്ചുവരവ് എന്ന് നീ കൃത്യമായി ഓർമ്മിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ ആ വിഷയത്തെ അവസാനിപ്പിച്ചത്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. പിതാവ് മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായും മക്കളെല്ലാവരും കൂടി ചേർന്ന് പിതാവിൻ്റെ ഐഹികമായ വിഭവങ്ങൾക്ക് വേണ്ടി അവര് തർക്കിക്കാൻ തുടങ്ങി. പിതാവിൻ്റെ സ്വത്ത്, ആ സ്വത്തിന്റെ പല ഭാഗങ്ങൾക്കും വേണ്ടി സഹോദരങ്ങളായ ആളുകൾ തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ മഹാനായ ഇമാം അവർകൾ പറഞ്ഞു, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുത്തോ, പക്ഷെ മാതാവിനെ എനിക്ക് തന്നേക്കണം. സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ എടുത്തോ, പക്ഷെ ഉമ്മാൻ എനിക്ക് തന്നേക്കണം എന്ന് മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ല, ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല പറഞ്ഞു എന്നാണ്. സ്വർഗവും കൊണ്ട് ആര് പോയി? ബാക്കിയുള്ളവർ ദുനിയാവും കൊണ്ട് പോയപ്പോൾ സ്വർഗവും കൊണ്ട് ആര് പോയി? സ്വർഗവും കൊണ്ട് ബുദ്ധിമാനായ ഇമാം അവർകൾ പോയി. അതാണ് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗം ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് എന്ന് ആപ്തവാക്യം പോലെ നമ്മൾ പറയുന്ന ആ സംഗതി കൃത്യമായി പഠിച്ചവർ മനസ്സിലാക്കി അവർ സ്വർഗവും കൊണ്ട് പോയപ്പോൾ ബാക്കിയുള്ള സഹോദരങ്ങൾ ദുനിയാവിന്റെ പല കഷ്ണങ്ങളുമായി കൊണ്ടുപോകുന്ന ഒരവസ്ഥയെ നമ്മളൊന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെയൊക്കെ സ്വർഗം എങ്ങനെയുണ്ട്, എവിടെ ഇരിക്കുന്നു, എന്താണ് അവസ്ഥ, അവരെ നമ്മൾ എങ്ങനെയാണ് പരിഗണിക്കുന്നത്, അവരോട് നമ്മൾ എങ്ങനെയാണ് വർത്തിക്കുന്നത്. നമുക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരു ലോകത്ത് സമയമുണ്ടാക്കിയേ പറ്റൂ എന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ മാതാപിതാക്കളുടെ മേഖല. കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അതിൻ്റെതായ ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളുവാനും വളരെ ക്ഷമയോടെ സഹനതയോടെ അവരോടുള്ള വർത്തനങ്ങളിൽ, അവരോടുള്ള ഇടപെടലുകളിൽ ഏറ്റവും മാന്യമായി സംസാരത്തിൽ പ്രത്യേകിച്ചും അതുപോലെ തന്നെ അവരുമായിട്ട് ഇടപഴകുന്ന കാര്യങ്ങളിലും കൃത്യമായി ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായിരിക്കാൻ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم. اتقوا الله عباد الله. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകളും അവൻ്റെ നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചു അതിന് ഉത്തരം ചെയ്ത് യഥാവിധി അവന് തഖ്വ ചെയ്തു എപ്പോഴും നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ രണ്ടിടങ്ങളിൽ മാതാപിതാക്കൾക്ക് നമ്മൾ നന്മ ചെയ്യേണ്ട വിഷയത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു പ്രാർത്ഥനയായിട്ടും മറ്റൊന്ന് സൂറത്തുൽ അഹ്ഖാഫ് 46-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെയും 16-ാമത്തെയും വചനത്തിലായിട്ടും ആ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥന മാത്രമല്ല, പ്രാർത്ഥനയാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 40 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ഒരു മകൾ 40 വയസ്സെന്താണ്?
അത് മധ്യവയസ്കതയുടെ പ്രായമാണ്, പക്വതയുടെ പ്രായമാണ്, പാകതയുടെ പ്രായമാണ്. മഹാനായ ഇമാം അമാനി മൗലവി റഹിമഹുല്ലയെ പോലെയുള്ളവർ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത്, യുവത്വത്തിന്റെ പ്രസരിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഒരു 33 വയസ്സ് മുതൽ പക്വത പ്രാപിക്കുകയും 40ാമത്തെ വയസ്സെത്തുമ്പോൾ തികച്ചും ഒരു പക്വതയിലേക്ക് ഒരാൾ എത്തുകയും ചെയ്യുന്ന പ്രായമായതുകൊണ്ടാണ് ഖുർആൻ ആ വയസ്സ് എടുത്തു പറഞ്ഞത്. ഖുർആൻ ആ വയസ്സ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? തീർച്ചയായും ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന, ഒരാള് അയാൾക്ക് കഴിവുണ്ട്, നല്ല ശക്തിയുണ്ട്, ഒപ്പം വബലഗ 40 സന, അയാൾ 40 വയസ്സ് പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അയാളുടെ പ്രാർത്ഥന എന്താണ്? ഖാല, അയാൾ പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. അതാണ് നമ്മൾ അടിവരട്ട് മനസ്സിലാക്കേണ്ടത്. പടച്ചോനെ, നീ എനിക്ക് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട്. 40 വയസ്സിലെത്തിയ ഒരാൾ പറയുന്നത്, ഒരുപാട് നന്മ നീ എനിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇണയെ തന്നു, വീട് തന്നു, മക്കളെ തന്നു, വാഹനം തന്നു, ജോലി തന്നു, പലതും, അങ്ങനെ പലതും നീ എനിക്ക് തന്നു. പടച്ചോൻ, അതിനൊക്കെ നന്ദിയുള്ള ഒരു അടിമയാകാൻ നീ എന്നെ സഹായിക്കണേ. പക്ഷെ നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് മാത്രം ഞാൻ നന്ദി കാണിച്ചാൽ പോരാ, എനിക്കറിയാം. പിന്നെ ആർക്ക് കൂടി വേണം? എൻ്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ നന്മയ്ക്ക് കൂടി നന്ദിയുള്ള ഒരു അടിമയാകാൻ നീ എനിക്ക് തോന്നിപ്പിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എനിക്ക് നന്ദി മാത്രമല്ല, എൻ്റെ മാതാപിതാക്കൾക്ക് നീ കൊടുത്തതിനു കൂടി നന്ദി പ്രകടിപ്പിക്കാൻ, നന്ദിയുള്ളവനാകാൻ എനിക്ക് ബാധ്യതയുണ്ട്. ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ധരിക്കുന്ന ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നാളെ പരലോകത്ത് നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുവരും. അങ്ങനെ നമ്മൾ സങ്കല്പിക്കുക, നമ്മളെ മാതാപിതാക്കൾ വരും, മരണപ്പെട്ടു പോയി നമ്മളെ പലരുടെയും മാതാപിതാക്കൾ നാളെ പരലോകത്ത് വരും. അങ്ങനെ പരലോകത്ത് വരുമ്പോൾ ആ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല കൂമ്പാരമായിട്ടുള്ള പ്രതിഫലം വെച്ചേക്കണം. ഹജ്ജ് ചെയ്തതിന്റെ കൂലി, ഉംറ ചെയ്തതിന്റെ കൂലി, സദഖത്തുൽ ജാരിയയുടെ കൂലി, അങ്ങനെ പലതും. അപ്പോൾ അവരിങ്ങനെ നോക്കിയിട്ട് പറയും, അല്ലാഹു ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, എനിക്ക് ഹജ്ജിന് പോകാനുള്ള യാതൊരു ശേഷി ഉണ്ടായിട്ടില്ല, എനിക്ക് എന്തെങ്കിലും ഒരു സദഖത്തുൽ ജാരിയ കൊടുക്കാനുള്ളത് പോയിട്ട് ഞാൻ എൻ്റെ കുടുംബം തന്നെ പോറ്റിയത് ഒരു കണക്കിലാണ്, എനിക്കിതൊന്നും കൊടുക്കാനുള്ള ഒരു ഭാഗ്യവും ഒരു സന്ദർഭവും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ പ്രതിഫലം ഇവിടെ ഉണ്ടല്ല എന്ന് ആ മാതാപിതാക്കൾ പറയുമ്പോൾ അല്ലാഹു തആല അവരോട് പറയും, നിനക്കതിനുള്ള ഭാഗ്യവും അതിനുള്ള വിശാലതയും ഒന്നും ഞാൻ തന്നിട്ടില്ല, പക്ഷെ നിന്റെ മക്കൾക്ക് കൊടുത്തു, മക്കളത് ഓർത്തു, മക്കൾ നിനക്ക് വേണ്ടി അത് ചെയ്തു, അതിൻ്റെ പ്രതിഫലമത നിനക്ക് വേണ്ടി ഞാനിവിടെ കൂമ്പാരമാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ കൊണ്ടുനടക്കേണ്ടത് ജീവിതത്തിലും മരണത്തിലും. ജീവിതത്തിലും മരണത്തിലും ആ മരണശേഷമുള്ള മാതാപിതാക്കൾക്ക് വേണ്ടി അവർ നമ്മളെ കഷ്ടപ്പെട്ടായിരിക്കും വളർത്തിയത്. ഇന്നത്തെ പോലെ വിശാലതയൊന്നുമില്ല, സാമ്പത്തിക ശേഷിയില്ല, ഇന്നത്തെ പോലെ നമ്മൾ പറയുന്ന ഒരു സമ്പന്നതയില്ല. അങ്ങേയറ്റം ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വിധം അവരുടെ അരച്ചാൻ വയറുകൾ പലപ്പോഴും പട്ടിണിക്കിട്ടാണ് നമ്മളെയൊക്കെ വളർത്തിയിട്ടുണ്ടാകുക. ആ മാതാപിതാക്കളുടെ മക്കളാകുന്ന നമ്മൾ അവർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കേണ്ടത് പ്രാർത്ഥനയും അവർക്ക് വേണ്ടി ചെയ്യാവുന്ന പരമാവധി സൽക്കർമ്മങ്ങളും നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുക. ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ മുഴുവൻ അവർക്ക് വേണ്ടി വർത്തിക്കുന്നവരാകുക. അല്ലാഹു തആല കാര്യങ്ങളെ ശരിയാവണ്ണം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനനുസൃതമായ ഒരു ജീവിതത്തെ അവർക്ക് വേണ്ടി നാളെ പാരത്രിക ലോകത്ത് അവരുടെ സംതൃപ്തിയിലൂടെ അള്ളാഹുവിൻ്റെ സംതൃപ്തിയിലേക്ക് എത്താനുള്ള മഹാസൗഭാഗ്യം നൽകി അള്ളാഹു തആല നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചത്, വന്നത്, ചെയ്തത്, പറഞ്ഞത്, അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തുറകളിൽ മനുഷ്യ സഹജമായി വന്നു പോയ എല്ലാ വീഴ്ചകളും അള്ളാഹു തആല നമുക്കും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സന്താന തലമുറകൾക്കും ഒക്കെ പൂർണ്ണമായും അവൻ്റെ മഅ്ഫിറത്തും മർഹമത്തും നൽകി അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഖബറിടങ്ങൾ അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോടുള്ള നമ്മുടെ ബാധ്യത വളരെ ക്ഷമയോടെ, വളരെ സഹനതയോടെ, അവധാനതയോടെ നമുക്ക് നിർവഹിച്ചു കൊടുക്കാനുള്ള ക്ഷമയും സഹനതയും എല്ലാം നൽകി അല്ലാഹു തആല അതുപോലെയുള്ള മക്കളെ സഹായിക്കുമാറാകട്ടെ. തീർച്ചയായും അവരെയും നമ്മയും എല്ലാം അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങളിൽ അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു തആല കാക്കുമാറാകട്ടെ. നമുക്ക് വേണ്ടിയും നമ്മുടെ സന്താനങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരും നമുക്ക് വേണ്ടി എപ്പോഴും സൽക്കർമ്മങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും ആത്മാർത്ഥമായ നിഷ്കളങ്കമായ നിയ്യത്തോടു കൂടി അതെല്ലാം നിർവഹിക്കുന്നവരുമായി നമ്മുടെ സന്താനങ്ങൾ അല്ലാഹു തആല ചേർത്ത് നിർത്തി
നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم إنا نتوكل على كل حالنا وعلى كل أمورنا لا حول ولا قوة إلا بالله عليك توكلنا وإليك ننيب. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم رب ارحمهما كما ربونا صغارا. ربنا زدنا علما نافعا. اللهم ارحمنا في كل رحمة يا رب العالمين. اللهم جمعنا جمعا مرحوما. اللهم جمعنا جمعا مرحوما. اللهم جمعنا جمعا مرحوما. اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. ربنا تقبل دعاءنا وأعمالنا منا إنك أنت السميع العليم. ربنا وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك وبفضلك يا أرحم الراحمين. وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم. وسلام على المرسلين.